മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ മാർച്ച് അവസാന വാരം കഴിഞ്ഞ് ഏപ്രിൽ ആദ്യത്തെ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിൻ്റെ. അതനുസരിച്ച് ന്യൂസ് ചാനലുകൾ 1, 2, 3, 4, 5 ഒക്കെ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചാനലുകൾ വീണ്ടും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് പട്ടിക നോക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് 1-ാം സ്ഥാനത്ത് തന്നെ, പക്ഷേ റേറ്റിംഗിൽ വീണ്ടും താഴേക്ക് വന്നു. എപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ 1-ാം സ്ഥാനം നഷ്ടപ്പെടുക എന്ന് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ പറഞ്ഞ സൂചനകൾ അതേപടി നടപ്പാവുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള റേറ്റിംഗിൽ അത് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലെങ്ങും തെറ്റിപ്പോയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് ലേറ്റസ്റ്റ് റേറ്റിംഗ് 75.13 75.13. പണ്ട് 140, 130, 150 ഒക്കെ കിടന്നതാണ്. ഇപ്പോൾ 75.13 പകുതിക്ക് അടുത്തേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ വ്യൂവർഷിപ്പ്, പ്രേക്ഷക സമൂഹം പകുതിയോളം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 40% കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ റേറ്റിംഗിൽ അവർ 78.12 ആയിരുന്നു മാർച്ച് അവസാനം. ഇപ്പം ഏപ്രിൽ ആദ്യം വന്നപ്പോൾ മാർച്ച് അവസാനത്തെ 78.12 75.13 താഴേക്ക് വന്നിരിക്കുന്നു. അതായത് 5 പോയിന്റ് താഴേക്ക് വന്നു ഏഷ്യാനെറ്റ് വ്യൂവർഷിപ്പിൽ. 2-ാം സ്ഥാനത്ത് ഇടിച്ചു കയറി വന്ന ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസിനെ പിന്തള്ളിയിട്ട് 2-ാം സ്ഥാനത്തേക്ക് വന്ന റിപ്പോർട്ടർ ടിവിക്ക് 68.30. മുൻ റേറ്റിംഗ് അവർക്ക് 68.90 ആണ്. അപ്പോൾ അവരുടെ വ്യൂവർഷിപ്പിൽ കാര്യമായ ഇടിവോ കുതിച്ചുചാട്ടമോ സംഭവിച്ചിട്ടില്ല. പക്ഷേ 1-ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്ന ഏഷ്യാനെറ്റും 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിയും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5-2 7 പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെറും 7 പോയിന്റ്. ഈ 7 പോയിന്റ് ആഞ്ഞു പിടിച്ചാൽ റിപ്പോർട്ടർ ടിവിക്ക് മറികടന്നിട്ട് 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിനെ പിന്തള്ളി ചരിത്രത്തിൽ ആദ്യമായിട്ട് എത്താൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് വീണ്ടും താഴേക്ക് പോയി. ലേറ്റസ്റ്റ് റേറ്റിംഗിൽ അവർ 60.38 മാത്രം. നേരത്തെ 64.56 ഉണ്ടായിരുന്നു മാർച്ച് അവസാനം. അപ്പം 4 പോയിന്റോളം കുറഞ്ഞ് വെറും 60.38 60.38 24 ന്യൂസ് താഴേക്ക് പതിച്ചു. ഇനി മുത്തശ്ശി പത്രങ്ങളുടെ ചാനലുകൾ പണ്ടേ പണ്ടേ ദുർബല, ഇപ്പോഴേ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. 60ന്റെ പകുതിക്ക് മുകളിൽ 35. മനോരമ ന്യൂസ് 4-ാം സ്ഥാനത്ത് 35.10 റേറ്റിംഗ്. നേരത്തെ കഴിഞ്ഞ മാർച്ച് അവസാനം അത് 37.72 ആയിരുന്നു. അതിൽ നിന്ന് 2 പോയിന്റോളം കുറഞ്ഞിട്ട് 1.5 പോയിന്റ് കുറഞ്ഞിട്ട് 35.10 വന്ന് നിൽക്കുകയാണ്. മാതൃഭൂമിയോ മുത്തശ്ശി പത്രം 2-ാമത്തെ അവരുടെ ചാനല് 29.98 29.48 ചെറിയ ഇടിവ്, കാര്യമായിട്ടുള്ള ചെറിയ ഇടിവിൽ, അതായത് വളർച്ചയില്ല, താഴേക്ക് തന്നെയാണ്. ഇവിടുത്തെ കറുത്ത കുതിര, ദ ബ്ലാക്ക് ഹോഴ്സ് ഇൻ ന്യൂസ് ചാനൽസ് ഇൻ മലയാളം, അത് ന്യൂസ് മലയാളം 24/7 അവര് 2.5 പോയിന്റ് വീണ്ടും കൂട്ടിയിരിക്കുന്നു. അവര് കഴിഞ്ഞ മാർച്ച് അവസാനമാണ് ആദ്യമായിട്ട് ബാർക്ക് റേറ്റിംഗിൽ അവർ വരുന്നത്. അതാണ് കറുത്ത കുതിര എന്ന് ഞങ്ങൾ ന്യൂസ് മലയാളത്തെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണ് 24/7 അവർ 17.45 17.45 അവര് 22.03 കുതിച്ചിരിക്കുന്നു. ആലോചിക്കണം. ജനൻ ടി വി, സംഘപരിവാറിന്റെ സംഘി ചാനൽ ജനൻ ടി വി ലേറ്റസ്റ്റ് 19.49. മുൻ റീഡിങ് 16.76. അപ്പോൾ ഒരു 2.5-3 പോയിന്റ് ഒരു പ്രേക്ഷക സമൂഹം കൂടിയിട്ടുണ്ട് ജനൻ ടി വിക്ക്. പക്ഷെ മനോരമയ്ക്ക് കൂടുന്നില്ല, മാതൃഭൂമിക്ക് കൂടുന്നില്ല, റിപ്പോർട്ടർ ചാനലിൽ കൂടുന്നു, 24 ന്യൂസിന് കൂടുന്നില്ല, ഏഷ്യാനെറ്റ് ന്യൂസിന് കൂടുന്നില്ല. പിന്നെ കൂടുന്നത് ന്യൂസ് മലയാളത്തിനാണ്. ഇനി 8-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ്
14.80. മുൻ റീഡിംഗ് 14.39. ചെറിയ ഒരു വർധന കൈരളി ടിവിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കേരള, മുകേഷ് അംബാനിയുടെ ചാനൽ ന്യൂസ് 18 നെറ്റ്വർക്ക് മലയാളം കേരള, അത് 12.03. നേരത്തെ 13.15 ആയിരുന്നു കഴിഞ്ഞ മാർച്ച് അവസാനം. വ്യൂവർഷിപ്പ് പ്രേക്ഷകർ കുറഞ്ഞിരിക്കുന്നു. ന്യൂസ് 18 മലയാളത്തിന് കുറഞ്ഞിരിക്കുന്നു. പിന്നെ 10ാം സ്ഥാനത്ത്, സ്ഥിരം 10ാം സ്ഥാനത്തുള്ള മാധ്യമം ദിനപത്രത്തിൻ്റെ മീഡിയ വൺ ചാനല്, അവരുടെ കാര്യം വളരെ ദയനീയമാണ്. അവര് ഇപ്പോൾ 5.58 ആണ്, 5.58. നേരത്തെ കഴിഞ്ഞ മാർച്ച് അവസാനം 5.39 ആയിരുന്നു. അതിൽ നിന്നൊരു ചെറിയ വർധന. അതൊന്നും കാര്യമായിട്ട് പറയാനില്ല. ഇതാണ് ബാർക്കിന്റെ ലേറ്റസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏഷ്യാനെറ്റിന്റെ അപ്രമാദിത്വം ആ കാലം കഴിഞ്ഞു. ഏഷ്യാനെറ്റ് അധികം വൈകാതെ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ ടോപ്പ് റേറ്റിംഗിൽ നിന്ന് അവർ താഴേക്ക് പോകാൻ പോകണം. ഇനി പ്രധാന മത്സരങ്ങൾ വരുന്നത് റിപ്പോർട്ടർ ടിവിയും ന്യൂസ് മലയാളം 24x7 മാത്രമാണ് പ്രധാന മത്സരം വരുന്നത്. അതായത് അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയ ന്യൂസ് മലയാളം 24x7 അവരുടെ ഒരു അർപ്പണ മനോഭാവവും അവരുടെ വാർത്തകൾ നൽകുന്ന രീതിയും കൊണ്ടൊക്കെ അവർ പെട്ടെന്ന് മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ അവർ പിടിച്ചു പറ്റുന്നു. അതേപോലെ റിപ്പോർട്ടർ ടിവിയുടെ വരവും അങ്ങനെയാണ്. അപ്പൊ ഇനി പ്രധാന മത്സരം മലയാളം ന്യൂസ് ചാനൽ രംഗത്ത് 2 ചാനലുകൾ തമ്മിൽ പ്രധാന മത്സരം വരും. റിപ്പോർട്ടർ ടിവിയും ന്യൂസ് മലയാളം 24x7 തമ്മിൽ. പിന്തള്ളപ്പെടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ്, 24 ന്യൂസ്, അതേപോലെ മനോരമ, മാതൃഭൂമി, ഇവരെയെല്ലാം മറികടന്ന് ന്യൂസ് മലയാളം വൈകാതെ റിപ്പോർട്ടർ ടിവി 1ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വൈകാതെ ന്യൂസ് മലയാളം 2ാം സ്ഥാനത്തേക്ക് വരികയും ഏഷ്യാനെറ്റ് 3ാമത് സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.